നമസ്കാരം. ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ കേരള ഗവർണർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടതു വലതു പാർട്ടികൾ അതിനെ നഖശികാന്തം എതിർക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു പറയുന്നത് ഇത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. എങ്ങനെയാണ് ഇത് സമൂഹത്തിൽ വിഭജനമുണ്ടാകുന്നത്? പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റിയതിൻ്റെ ഭീതി ദിനമായി ആചരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വെട്ടിമുറിച്ച് മാറ്റപ്പെട്ടതാണ് പാകിസ്ഥാൻ. അതിനുശേഷം ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കാർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ, കാരണം ഇവിടെ ജീവിക്കുകയാണെങ്കിലും ചിലരുടെയൊക്കെ മനസ്സ് അങ്ങോട്ടാണ്. അത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് കളി മത്സരം വരുമ്പോഴും അതുപോലെ യുദ്ധം വരുമ്പോഴും ഒക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അടുത്ത് വർഗീയവാദിയാകും, മതസ്പർദ്ധ വളർത്തി എന്നുള്ള വകുപ്പ് ചുമത്തി ചിലപ്പോൾ കേസെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിന്ന് വെട്ടിമുറിച്ചു മാറ്റപ്പെട്ട പാകിസ്ഥാൻ നമുക്ക് ചെയ്ത ദ്രോഹങ്ങളൊക്കെ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളൊന്നും ചില്ലറയല്ല. ആ പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് വെട്ടിമുറിക്കപ്പെട്ട ദിനത്തെ വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ പറഞ്ഞതാണ് നമ്മുടെ ഇടതു വലതു രാഷ്ട്രീയക്കാരെ പ്രകോപിപ്പിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇവരൊക്കെ കൂറങ്ങും ചോറിങ്ങും എന്നുള്ളതാണ്. ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് സർവകലാശാലകൾക്കാണ് ഗവർണർ സർക്കുലർ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കുലർ അയച്ചിട്ടുള്ളത് പാക് ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ആചരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാറുകളും വിഭജനത്തിന്റെ ഭീകരത തുറന്നുകാട്ടുന്ന നാടകങ്ങളൊക്കെ സംഘടിപ്പിക്കാനും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. പരിപാടികളുടെ സംഘാടനത്തിന് VC-മാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നൊക്കെ രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 14-ാം തീയതി വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് നേരത്തെ, അതായത് 2021 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നതാണ്. നിരന്തരം പാക് സൈനിക മേധാവിയും അതുപോലെ അവിടെയുള്ള പാക് നേതാക്കളും ഒക്കെ മന്ത്രിമാരും ഒക്കെ ഇന്ത്യക്കെതിരെ വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പാക് സൈനിക മേധാവി അസിം മുനീർ പറഞ്ഞിരിക്കുന്നത്, ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ അവരുടെ റിഫൈനറി ആക്രമിക്കുമെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, US-ൽ നടന്ന പാക് പൗരന്മാരുടെ ഒരു സെമിനാറിലും അസിം മുനീർ ഈ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഇന്ത്യ എന്തെങ്കിലും ഒരു ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പകുതിയോളം അവർ നശിപ്പിക്കുമെന്നുള്ള ഒരു വെല്ലുവിളിയാണ് അവർ ഉയർത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഈ മരക്കഴുതകൾ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ബിലാവൽ ഭൂട്ടോ പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യ മന്ത്രിയാണ്. ഏപ്രിൽ 22-ലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയെയാണ് ഭൂട്ടോ വിമർശിച്ചിട്ടുള്ളത്. വിമർശിക്കുകയല്ല, ഒരു ഭീഷണിയുടെ സ്വരമാണ് അയാൾ ഉയർത്തിയിരിക്കുന്നത്. ഇന്ത്യ ജലം നൽകാതിരുന്നാൽ യുദ്ധമല്ലാതെ മറ്റു വഴികളില്ലെന്ന് അയാൾ പറയുന്നുണ്ട്. നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിന്റെ പ്രവൃത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും അയാൾ ചൂണ്ടിക്കാട്ടി. ഒന്നോർത്ത് നോക്കൂ, നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തിന്റെ സർക്കാർ പാകിസ്ഥാന് ഒരുപാട് ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഉണ്ടാക്കി എന്നാണ് ബിലാവൽ ഭൂട്ടോ തന്നെ സമ്മതിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇവിടെയുള്ള ഇടവന്മാർക്കും വലതന്മാർക്കും സഹിക്കുന്നില്ല. കാരണം അവർ അതിനെ അനുകൂലിച്ചാൽ നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ ചെയ്യുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെതിരെ നടത്തുന്ന ആക്രമണങ്ങളെയും അതുപോലെ തന്നെ അവരുടെ ഈ വിമർശനങ്ങളെയും നടപടികളെയും ഒക്കെ അനുകൂലിച്ചാൽ ഇവിടെയുള്ള അവരുടെ വോട്ട് ചോർച്ചയുണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഈ ഇടത് വലത് ആൾക്കാർക്കുണ്ട്. ബിലാവൽ ഭൂട്ടോ അതുകൊണ്ടൊന്നും നിർത്തുന്നില്ല. അയാൾ പറയുന്നത് പാകിസ്ഥാൻ അല്ല സംഘർഷം ആരംഭിച്ചതെന്നാണ്. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യകളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണെന്നും ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടുമെന്നും പാകിസ്ഥാൻ പരാജയപ്പെടില്ലെന്നും അയാൾ പറയുന്നുണ്ട്. മാത്രമല്ല, യുദ്ധമുണ്ടായാൽ 6 നദികൾ, അതായത് രവി, ബിയാസ്, സത്ലജ്, സിന്ധു, ഥലം, ചെനാബ് എന്നീ നദികൾ പാകിസ്ഥാൻ പിടിച്ചെടുക്കുമെന്നും അയാൾ ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇത്രയധികം ഭീഷണി പാകിസ്ഥാൻ ഉയർന്നത് നമുക്ക് സഹിക്കാം. ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയോ പാകിസ്ഥാൻ ഇത്തരം ഭീഷണി ഉയർത്തുന്നത് നമുക്ക് സഹിക്കാം. പക്ഷേ ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഇതുപോലുള്ള രാജ്യദ്രോഹികൾ നടത്തുന്ന ഈ ഒരു പരാമർശമുണ്ടല്ലോ, ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നില്ല. ഇവനൊക്കെ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടാണ് ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പ്രീതിക്ക് വേണ്ടി ഇവനൊക്കെ അധികാരം പിടിച്ചെടുക്കാനും ആ വോട്ട് കിട്ടാനും വേണ്ടിയൊക്കെ ഇത്തരത്തിലുള്ള ഈ തെമ്മാടിത്തരങ്ങളെ ഇവന്മാരൊക്കെ അനുകൂലിക്കുന്നത് എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. കാരണം എന്ത് കാണിച്ചാലും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ഒരു വാദമാണ് ഇവർ ഉയർത്തുന്നത്.
അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് അനുകൂലിക്കാൻ കഴിയുക? ഒരു രാജ്യസ്നേഹിക്ക് മറ്റുള്ള വിഷയങ്ങളെല്ലാം മാറ്റിവെക്കാം, ഇവിടെയുള്ള അധികാര പടംവലിയും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. എങ്ങനെയാണ് ഒരു രാജ്യത്തിനകത്ത് ജീവിച്ചുകൊണ്ട് ആ രാജ്യത്തിനെ എതിർക്കാനും മറ്റൊരു രാജ്യത്തെ പരോക്ഷമായി അനുകൂലിക്കാനും ഈ രാജ്യദ്രോഹികൾക്ക് കഴിയുന്നത്? ഇവിടെ തെറ്റുകാരൻ ഗവർണർ തന്നെയാണ്. കാരണം ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിനെ എതിർത്ത് പറയണമായിരുന്നു. അതായത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അങ്ങനെ ഒരു വിഭജന ഭീതി ദിനമായിട്ടൊന്നും ഇവിടെ ആചരിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊരു പ്രസ്താവന രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയാൽ ഈ ഇടത് വലത് നാറികൾ ഇതിനെ അനുകൂലിക്കുമെന്നുള്ളതായിരുന്നു. അങ്ങനെ വളരെ സുഗമമായി തന്നെ അദ്ദേഹത്തിന്റെ ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യാമായിരുന്നു. അവിടെ തെറ്റുപറ്റിയത് എന്തായാലും ഗവർണർക്കാണ്. അദ്ദേഹം കേരളത്തിലേക്ക് പുതിയതായി വന്ന ആളാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ കമ്മികളുടെയും കൊങ്ങികളുടെയും രീതികളൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ, പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. കേരളത്തിൽ എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് വേണം പ്രസ്താവന ഇറക്കാൻ. അങ്ങനെ എതിർത്താൽ തീർച്ചയായും ഇടത് വലത് ഇതുപോലെയുള്ള ആൾക്കാർ അതിനെ അനുകൂലിക്കും എന്നുള്ള കാര്യം ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.